അഫ്ഗാനിസ്ഥാനെതിരായ ഇന്ത്യയുടെ പരമ്പരയ്ക്കുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചതോടെ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. കാരണം ഈ തവണ സെലക്ടർമാർ എടുത്ത തീരുമാനങ്ങൾ എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ ഋഷഭ് പന്തിനെ ഏകദിന ടീമിൽ നിന്ന് പുറത്താക്കുകയും ടെസ്റ്റ് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തതാണ്. ഇപ്പോൾ KL രാഹുലാണ് ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ട്വിസ്റ്റായിട്ടാണ് ആരാധകർ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പന്തിന്റെ പ്രകടനം സ്ഥിരതയില്ലാത്തതായിരുന്നു. അതുകൊണ്ടാണ് സെലക്ടർമാർ ഈ കടുത്ത തീരുമാനം എടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം മലയാളി ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശരാക്കിയ വാർത്ത സഞ്ജു സാംസണിന്റെ ഒഴിവാക്കലാണ്. മികച്ച ഫോമിലുണ്ടായിട്ടും വീണ്ടും ഏകദിന ടീമിൽ സഞ്ജുവിന് അവസരം ലഭിക്കാത്തത് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ അവസരങ്ങളിൽ ലഭിച്ച മത്സരങ്ങളിൽ സഞ്ജു മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നു. സ്ഥിരതയാർന്ന പ്രകടനമാണ് നടത്തിയത്. എന്നിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കിയത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. നിരവധി ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: ഇനിയും എന്ത് ചെയ്താലാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ സ്ഥിരം അവസരം ലഭിക്കുക എന്ന്. ചില മുൻ ക്രിക്കറ്റർമാരും സഞ്ജുവിനെ വീണ്ടും അവഗണിച്ചുവെന്നാണ് പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ച് മധ്യനിരയിൽ ആക്രമണാത്മക ബാറ്ററെ ഇന്ത്യ അന്വേഷിക്കുമ്പോഴും സഞ്ജുവിനെ പരിഗണിക്കാത്തത് പലർക്കും മനസ്സിലാകുന്നില്ല. അതേസമയം ടെസ്റ്റ് ടീമിൽ 3 പുതിയ താരങ്ങൾക്ക് അവസരം ലഭിച്ചതും ഇപ്പോൾ വലിയ ചർച്ചയാണ്. ഗുർനൂർ ബ്രാർ, ഹർഷ് ദുബെ, മനവ് സുതാർ എന്നിവരാണ് ആദ്യമായി ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിരിക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ച ശേഷമാണ് ഇവർക്ക് ദേശീയ ടീമിലേക്ക് വിളി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹർഷ് ദുബെയുടെ പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുകയാണ്. രഞ്ജി ട്രോഫിയിൽ തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തിയും മികച്ച ഓൾറൗണ്ട് പ്രകടനവും നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിന് ഈ അവസരം ലഭിച്ചിരിക്കുന്നത്. ഈ തവണ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ നയിക്കുന്നത് ശുഭ്മൻ ഗില്ലാണ്. രോഹിത് ശർമ്മയ്ക്ക് വിശ്രമം നൽകിയതോടെ പുതിയ തലമുറയുടെ നായകനായി ഗില്ലിനെ വീണ്ടും പരീക്ഷിക്കുകയാണ് BCCI. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, സായ് സുദർശൻ, ധ്രുവ് ജുറൽ എന്നിവരടങ്ങിയ ബാറ്റിംഗ് നിരയാണ് ടീമിലുള്ളത്. അതേസമയം ജസ്പ്രീത് ബുംറയ്ക്കും രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം നൽകിയിരിക്കുന്നത് വലിയ സർപ്രൈസായി മാറിയിരിക്കുകയാണ്. അവർക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായാണ് ഈ തീരുമാനം എടുത്തതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഏകദിന ടീമിലും വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തിരിച്ചെത്തിയപ്പോൾ യുവതാരങ്ങളായ പ്രിൻസ് യാദവും ഗുർനൂർ ബ്രാറും ടീമിൽ ഇടം നേടി. അതേസമയം ഇഷാൻ കിഷന് വീണ്ടും അവസരം ലഭിച്ചതും ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ് എന്നിവരും ടീമിലുണ്ട്. ഇന്ത്യ ഇപ്പോൾ അടുത്ത ലോകകപ്പിനായുള്ള കോർ ടീം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് എന്നതിന്റെ സൂചനയാണ് ഈ സ്ക്വാഡ് നൽകുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഋഷഭ് പന്തിന്റെയും സഞ്ജു സാംസണിന്റെയും കാര്യമാണ്. ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെ അടുത്ത നായകനായി വരെ പരിഗണിക്കപ്പെട്ട താരമാണ് പന്ത്. എന്നാൽ ഇപ്പോൾ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം പോലും നഷ്ടമായിരിക്കുകയാണ്. അതേസമയം സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയിട്ടും സഞ്ജുവിന് വീണ്ടും അവസരം നിഷേധിക്കപ്പെട്ടത് മലയാളി ആരാധകരെ കടുത്ത നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ്. ഓരോ തവണയും മികച്ച പ്രകടനം നടത്തിയിട്ടും ടീമിൽ നിന്നും പുറത്താകേണ്ടി വരുന്നത് സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ ദുർഭാഗ്യങ്ങളിലൊന്നായാണ് ആരാധകർ കാണുന്നത്. അഫ്ഗാനിസ്ഥാനെതിരായ ഈ പരമ്പര ഇന്ത്യയ്ക്ക് വളരെ നിർണായകമാണ്. കാരണം പുതിയ താരങ്ങളെ പരീക്ഷിക്കാനും ഭാവിയിലേക്കുള്ള ടീം കോമ്പിനേഷൻ കണ്ടെത്താനും ഇതിലൂടെ സാധിക്കും. അഫ്ഗാൻ ടീം ഇപ്പോൾ പഴയ പോലെ എളുപ്പത്തിൽ തോൽപ്പിക്കാവുന്ന ടീം അല്ല. റാഷിദ് ഖാൻ, മുഹമ്മദ് നബി പോലുള്ള താരങ്ങൾ ഉള്ളതിനാൽ ഇന്ത്യയ്ക്ക് ശക്തമായ വെല്ലുവിളി നേരിടേണ്ടിവരും. അതുകൊണ്ട് തന്നെ യുവതാരങ്ങൾക്ക് ഇത് വലിയ പരീക്ഷണമായിരിക്കും.